തിരുവനന്തപുരത്തെ നമ്മുടെ റിപ്പോർട്ടർ ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ആകെ 3 ആഴ്ചയാണ് കഷ്ടിച്ച് കിട്ടിയത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് ചിത്രമെല്ലാം വന്ന് കളർ എല്ലാം ആയിക്കഴിഞ്ഞപ്പോഴേക്കും രണ്ടാഴ്ച മാത്രമാണ് ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞത്. എന്നാലും കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വളരെ ആവേശപൂർവ്വമുള്ള പ്രചരണം തന്നെയാണ് നടന്നത്. നമുക്ക് ഡാൻ ഈ പോയ മണ്ഡലങ്ങളിൽ, പ്രധാനമായും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നീക്കങ്ങളൊക്കെ അടുത്തുനിന്ന് വീക്ഷിച്ച ഒരാൾ കൂടിയാണ് ഡാൻ. ഡാനിന് എന്ത് തോന്നുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാവും പ്രധാനമായും ഈ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂടുതൽ സ്വാധീനിക്കുക, എതിരായി വരിക? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നത് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം. അതിലൊന്ന്, ഏറ്റവും കുറച്ച് സമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഓരോ മുന്നണികൾക്കും ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പ്. രണ്ട്, വേനൽ ചൂട്. ഇങ്ങനെയൊരു ചൂടത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കേണ്ടി വരിക എന്നതിനേക്കാൾ വലിയൊരു ദുരിതം ഒരു മുന്നണികൾക്ക് നേരിടാനില്ല. അത്രമാത്രം വലിയ ചൂടിന് നടുവിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചൂടിലേക്ക് നമ്മുടെ ഓരോ മണ്ഡലങ്ങളും എത്തിയത്. തലസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു സീറ്റ് മാത്രമാണ് UDF-നുള്ളത്, അത് കോവളമാണ്. ബാക്കി എല്ലാ സീറ്റും LDF വലിയ അജയ്യമായ വിജയം നേടിയ മണ്ഡലങ്ങളാണ്. അവിടെയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം, അതായത് അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള മത്സരം തലസ്ഥാനത്തെ ഒരു 5 മണ്ഡലങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞ് നടക്കുന്നുവെന്ന് വേണം പറയാൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നേമം. ആ നേമത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നേമത്ത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഒരു വശത്ത്, കഴിഞ്ഞ തവണ രാജഗോപാലിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ച വി ശിവൻകുട്ടി, സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി മറുവശത്ത്, UDF-ന്റെ കരുത്തനായ യുവമുഖം KS ശബരിനാഥൻ ഒരു വശത്ത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന, സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് നേമം. സമാനമായ തരത്തിൽ തന്നെ കഴക്കൂട്ടമുണ്ട്, അതുപോലെ തന്നെ കാട്ടാക്കടയുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ കൃത്യമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. വട്ടിയൂർക്കാവിലും സമാനമായ തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവിടെ ആര് ജയിക്കും, ആര് പരാജയപ്പെടും എന്നത് BJP ഓരോ മണ്ഡലങ്ങളിലും പിടിക്കുന്ന വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുമെന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ചിത്രം അന്തിമമാകുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഫലം പ്രവചനാതീതമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. 7 മുതൽ 8 സീറ്റുകൾ വരെ ഏത് പ്രതികൂല സാഹചര്യത്തിലും തിരുവനന്തപുരത്ത് നിന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. അങ്ങനെ ഒരു ആത്മവിശ്വാസം അവസാന ദിവസവും അവസാന മണിക്കൂറുകളിലും പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കുവെക്കുന്ന സാഹചര്യം. CPM ആകട്ടെ 10-ന് മുകളിൽ സീറ്റുകൾ നിലനിർത്താനാകും എന്ന വലിയ പ്രതീക്ഷയിലാണ്. BJP പ്രധാനമായി 3 സീറ്റുകളാണ് കൃത്യമായി ഉറപ്പിച്ച് അവിടങ്ങളിൽ വിജയമുണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ളത് നേമമാണ്, മറ്റൊന്ന് കഴക്കൂട്ടമാണ്. അങ്ങനെ കാട്ടാക്കടയിലും ഒരു അട്ടിമറി BJP കേന്ദ്രങ്ങൾ, NDA കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മുന്നണികൾ ഇങ്ങനെ വലിയ ആത്മവിശ്വാസത്തിൽ കൂട്ടലും കിഴിക്കലുമൊക്കെയായി ഇരിക്കുകയാണ്. എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ എന്താണ് അവർ കാത്തുവെച്ചിരിക്കുന്നത്, ഏത് മുന്നണിയുടെ പ്രചാരണത്തിനും അല്ലെങ്കിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കുമാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നതൊക്കെ അറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങളൊക്കെ നൽകിയത്. ഡാൻ, എന്തായാലും തിരുവനന്തപുരം വലിയ ആകാംക്ഷയുള്ള സ്ഥലം തന്നെയാണ്. നമുക്കിനി നേരെ പോകേണ്ടത് മലപ്പുറത്തേക്കാണ്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, കഴിഞ്ഞ എത്രയോ കാലമായി മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം, എത്രയോ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് CV അനുമോദ്. അപ്പോൾ അനുമോദിന് ഈ തെരഞ്ഞെടുപ്പായിരിക്കും ഏറ്റവും കുറച്ചു കാലം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരവമെല്ലാം അവസാനിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിൻ്റെ ചിത്രം അപൂർവമായി മാത്രം 2006-ലൊക്കെ മാറിയതുപോലെ മലപ്പുറത്തിൻ്റെ ചിത്രം ഏതെങ്കിലും തരത്തിൽ മാറാൻ അങ്ങനെ ഒരു വലിയ സാധ്യതയുണ്ടോ, അതോ ഏറെക്കുറെയൊക്കെ മലപ്പുറത്ത് ലീഗിൻ്റെ ആധിപത്യം അങ്ങനെ തന്നെ തുടരാനാണോ? എന്താണ് അനുമോദിൻ്റെ റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ നിന്നും, ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ നിന്നും തോന്നുന്നത്? കിരൺ, വളരെ കുറച്ച് ദിവസം കൊണ്ട് 16 മണ്ഡലങ്ങളും ഓടി നടക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. കാര്യം അത്രമാത്രം കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് മലപ്പുറത്തേക്ക് വരുമ്പോൾ UDF-ന്റെ വലിയ ഒരു ആധിപത്യം തന്നെയാണ് നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുണ്ട്. 6 മണ്ഡലങ്ങളിലാണ് അതീവ ഗൗരവത്തിലുള്ള മത്സരങ്ങൾ തന്നെ നടക്കുന്നത്. അതായത് 2 മണ്ഡലങ്ങൾ ഇടതുപക്ഷം നിലനിർത്തുവാനും 4 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം അട്ടിമറി നടത്തുവാനുമുള്ള ശ്രമങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും മലപ്പുറത്ത് ഏറ്റവും ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ളത് പൊന്നാനി തന്നെയാണ്. പൊന്നാനിയും തവനൂരും വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. കാരണം സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ പോലും ഇത് മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റു 4 മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ വേങ്ങരയിലും പെരിന്തൽമണ്ണയിലും മങ്കടയിലും തിരൂരിലും നല്ല മത്സരങ്ങളാണ് നടക്കുന്നത്. തിരൂരിൽ നമുക്കറിയാം താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാൻ മാറിയതോടെ തിരൂരിലെ ചിത്രം മുഴുവൻ മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നാടിളക്കിയുള്ള പ്രചാരണം, ഘോഷം, അതുപോലെ തന്നെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ വി അബ്ദുറഹ്മാന്റെ മാത്രമായ ചില ടാക്ടിക്സുകളുണ്ട്. അതൊക്കെ തന്നെ തിരൂരിൽ വലിയ മത്സരം നടത്തുന്നുണ്ട്. ഒപ്പം വേങ്ങരയിലേക്ക് വരുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് വേങ്ങരയിൽ ഇത്രത്തോളം ഒരു ഇടതുപക്ഷ തരംഗം പ്രചരണത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യമില്ല. അത് വോട്ടായി മാറുമോ അട്ടിമറി ഉണ്ടാകുമോ എന്നൊന്നും പറയാനാകില്ലെങ്കിൽ പോലും ഇലക്ഷൻ പ്രചരണത്തിൽ വേങ്ങരയിൽ സഭ കൊണ്ടുപോയിക്കൽ ഇടതുപക്ഷത്തിന് വലിയൊരു ആവേശം തന്നെ അവിടെ വേങ്ങരയിൽ തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മങ്കടയിലെ വിമത സ്ഥാനാർത്ഥിയായ ലീഗിലെ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് അവിടെ ഇടതുപക്ഷം മത്സരം നടത്തുന്നത്. പെരിന്തൽമണ്ണയും നല്ല മത്സരമാണ്. ഈ 6 മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലായിടത്തും UDF-ന്റെ വലിയ പ്രതീക്ഷകളാണ്. അവിടെ അട്ടിമറി ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടൽ തന്നെയാണുള്ളത്. പക്ഷേ മറ്റിടങ്ങളിൽ ഏറ്റവും പ്രതീക്ഷ പൊന്നാനിയും തവനൂരും തന്നെയാണ് ഇടതുപക്ഷത്തിന്. മറ്റിടങ്ങളിൽ പോരാട്ടമാണ് ഈ നേരത്തെ സൂചിപ്പിച്ച 4 മണ്ഡലങ്ങളിലുള്ളത്. ശരി, കേരളത്തെ സംബന്ധിച്ച് മലപ്പുറത്ത് അങ്ങനെ ഒരു വലിയ അട്ടിമറി ഉണ്ടായില്ലെങ്കിലും 1-2 സീറ്റുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ദീർഘകാലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് CB അനുമോദ്. നമുക്ക് സാരംഗൂഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.